ഹായ് ഗായ്സ്, മലയാളത്തിൽ കൊറിയൻ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അല്ലാത്തവർക്ക് മാന്യമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം, കാരണം ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ക്ലാസ് എന്നൊന്നും പറയാനില്ല, എന്നാലും ഞാൻ പഠിപ്പിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു നല്ല ടീച്ചർ അല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കാത്തത്. ബട്ട് ദെൻ കുറേ ആൾക്കാരെൻ്റെ അടുത്ത് കൊറിയൻ പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞുതരാമെന്ന്. സോ യാ, അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൊറിയൻ പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഉള്ള പോലെ കൊറിയനിലും കോൺസണൻസ് ആൻഡ് വോവൽസ് ഉണ്ട്. കോൺസണൻസ് എന്ന് പറഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങളും വോവൽസ് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കോൺസണൻസ് ആൻഡ് വോവൽസ് എന്നായിരിക്കും പറയുന്നത്, കാരണം അതാണ് കുറച്ചുകൂടെ ഈസി. കൊറിയൻ ലെറ്റർ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹൻഗിൾ. ഹൻഗിൾ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൻഗിൾ ആണ്. ഓക്കെ, ഹൻഗിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ കോൺസണൻസും സിമ്പിൾ വോവൽസും പിന്നെ അതിനെ രണ്ടിനെയും എങ്ങനെ കമ്പൈൻ ചെയ്യാന്നുള്ളതുമാണ്. സിമ്പിൾ കോൺസണൻസ് 14ഉം സിമ്പിൾ വോവൽസ് 10ഉം ആണുള്ളത്. ഇതുപോലെ നമുക്ക് ഡബിൾ കോൺസണൻസ് ഡബിൾ വോവൽസ് എല്ലാം ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ആദ്യത്തെ നമ്മളുടെ കോൺസണൻറ്റ് എന്ന് പറയുന്നത് ഗ ആണ്. ഓക്കെ, ഇതിന് ഒരു പേരുണ്ട്, ഖിയോ. ഈ സംഭവം നമ്മൾ ഓർത്ത് വെക്കണം നിർബന്ധമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതിന് ഇംഗ്ലീഷിൽ ജി സൗണ്ടും മലയാളത്തിൽ നമ്മളുടെ ഖ സൗണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് വായിക്കുന്നത് ഖ്. അടുത്ത കോൺസണൻസ് ന്. ഇതിന് പേരെന്താന്ന് വെച്ചാൽ നീ. ഇതിന് ഇംഗ്ലീഷിൽ എൻ സൗണ്ടും മലയാളത്തിൽ ന സൗണ്ടും ആണുള്ളത്. ന്. അടുത്ത കോൺസണന്റ് ഥ്. ഇതിൻ്റെ പേര് ധീക്. ഇതിന് ഇംഗ്ലീഷിൽ ഡി സൗണ്ടും നമ്മുടെ മലയാളത്തിൽ ഈ ഒരു ഥ സൗണ്ടും ആണുള്ളത്. ഥ്. നെക്സ്റ്റ് കോൺസണന്റ് ര്. അതായത് ഇതിൻ്റെ പേര് രീ. ഓക്കെ, ഇതിന് ഇംഗ്ലീഷിൽ ആർ സൗണ്ടും അതുപോലെ തന്നെ എൽ സൗണ്ടും ഉണ്ട്. മലയാളത്തിൽ ര ആൻഡ് ല. അടുത്ത നമ്മളുടെ കോൺസണന്റ് മ ആണ്. ഇത് എഴുതുന്നത് ഇങ്ങനെ. ഇതിൻ്റെ പേര് മീ. ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ളത് എം, മലയാളത്തിൽ നമ്മളുടെ മ. അടുത്ത കോൺസണന്റ് ബ് ആണ്. ഇതിൻ്റെ പേര് ഭീ. ഇതിന് ഇംഗ്ലീഷിൽ ബിയും മലയാളത്തിൽ വരുമ്പം ഏകദേശം ഈ ഒരു ഭ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ഭ്. അടുത്ത കോൺസണന്റ് സ്. ഇതിൻ്റെ പേര് ഷീ ഒ. ഇതിന് ഇംഗ്ലീഷിൽ എസ്സും മലയാളത്തിൽ നമ്മളുടെ സ. സ്. അടുത്ത നമ്മളുടെ കോൺസണന്റ് ഇതാണ്. ഇതിനൊരു സൗണ്ട് ഇല്ല. ഇതിൻ്റെ പേര് ഈ. ഇതിനൊരു സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഏത് വോവലാണോ വരുന്നത് അതിൻ്റെ സൗണ്ട് ആയിരിക്കും ഇതിനുണ്ടാവുക. നമ്മൾ ലേറ്ററായിട്ട് വായിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അടുത്ത കോൺസണന്റ് ജ് ആണ്. ഇതിൻ്റെ പേര് ജീ. ഇതിന് ഇംഗ്ലീഷിൽ ജെ സൗണ്ടും മലയാളത്തിൽ ഈ ഒരു ജ സൗണ്ടും ആയിരിക്കും ജ്. നെക്സ്റ്റ് കോൺസണന്റ് ഛ്. ഇതിൻ്റെ പേര് ചീയ്. ഇതിന് ഇംഗ്ലീഷിൽ സി എച്ച് ഈ ഒരു സൗണ്ടും മലയാളത്തിൽ എനിക്ക് സിമിലർ ആയിട്ട് തോന്നിയത് ഈ ഛ എന്നുള്ള സൗണ്ടിനോടുമാണ്. ഛ്. നെക്സ്റ്റ് കോൺസണന്റ് ഖ്. ഇതിൻ്റെ പേര് ഖീയ്. ഇതിന് ഇംഗ്ലീഷിൽ ഖേ സൗണ്ടും മലയാളത്തിൽ നമ്മളുടെ ഖ തന്നെ അതിനെ കുറച്ച് ഫോഴ്സിൽ പറയുമ്പോൾ ഉള്ളൊരു സൗണ്ടാണ് ഖ്. നെക്സ്റ്റ് കോൺസണന്റ് ത്. ഇതിൻ്റെ പേര് ധീ. ഇതിന് ഇംഗ്ലീഷിൽ
ടി സൗണ്ടും മലയാളത്തിൽ നമ്മളുടെ ഈ സാധനം തന്നെ കുറച്ച് ഫോഴ്സിൽ പറയുമ്പം ഥ് ഥ്. അടുത്തത് ഫ. ഇതിൻ്റെ പേര് ഫീപ്പ്. ഇതിന് ഇംഗ്ലീഷിൽ പി സൗണ്ടും മലയാളത്തിൽ ഈ ഭ തന്നെ ഒന്ന് ഫോഴ്സിൽ പറയുമ്പോൾ ഫ. നമ്മളുടെ ലാസ്റ്റ് കോൺസണന്റ് ഹ്. ഇതിൻ്റെ പേര് ഹിയ്. ഇതിന് ഇംഗ്ലീഷിൽ എച്ച് സൗണ്ടും മലയാളത്തിൽ ഹ സൗണ്ടും ആണുള്ളത്, ഹ്. അപ്പം നിങ്ങളിപ്പം ഇത്രയും കോൺസണൻസ് പഠിച്ചു. നമുക്കിനി വോവൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ 14 സിമ്പിൾ കോൺസണൻസ് ആണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇത്തിരി ട്രിക്കി ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ കാണിക്കുന്ന ഈ ഒരു കോൺസണൻസ് പറയുമ്പം നമ്മളുടെ കയ്യിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയൊരു ഫോഴ്സാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈ കോൺസണൻസ് പറയുമ്പം ഭയങ്കര ഫോഴ്സിൽ പറയണം. ഫോർ എക്സാമ്പിൾ ഖ എന്ന് പറയുമ്പം ഖ ഖ, ദർ ഇസ് എ ഫോഴ്സ്, ചെറിയൊരു ഫോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് കയ്യിലൊരു കാറ്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഇത് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഖ പറയുമ്പം ഖ ഖ, നിങ്ങൾക്ക് നല്ല ഫോഴ്സ് ഫീൽ ചെയ്യാൻ പറ്റും, നല്ല കാറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വോവൽസ് ആണ്, അതായത് സ്വരാക്ഷരങ്ങൾ. നമുക്ക് സിമ്പിളായിട്ട് 10 വോവൽസ് ആണുള്ളത്. ഇനി നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ എങ്ങനെയാണ് കാ എന്ന് എഴുതുക? കാ, ഒരു കാ, കീന്ന് എഴുതുന്നത് ഇങ്ങനെ. അപ്പം നമ്മൾ എപ്പോഴും മലയാളത്തിൽ എഴുതുമ്പം നമ്മളുടെ കോൺസണൻറ്റിൻ്റെ കൂടെ വോവൽ റൈറ്റിലാണ് എഴുതുക, അല്ലേ? പക്ഷെ കൊറിയനിൽ റൈറ്റിലും എഴുതും, അതുപോലെ തന്നെ താഴത്തും എഴുതും. ഓക്കെ, അതുകൊണ്ടാണ് ഈ 2 ഫോർമാറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു 5 വോവൽസ് എന്ന് പറയുന്നത് കോൺസണൻറ്റിൻ്റെ റൈറ്റിൽ എഴുതുന്ന വോവൽസ് ആണ്. ഈ ഒരു 5 എണ്ണം കോൺസണൻറ്റിൻ്റെ താഴത്ത് എഴുതുന്ന വോവൽസ് ആണ്. അപ്പോൾ ബിഗിനർ ലെവലിൽ ഈ ഒരു സംഭവം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ആദ്യത്തെ വോവൽ എന്ന് പറയുന്നത് ആ ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആ. ഇനി ഇത് വായിക്കുന്നത് യാ. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 ലൈൻ വന്നപ്പോൾ യാന്നായി. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഓ ഓ. ഇതിൻ്റെ കൂടെ 2 ലൈൻ വരുമ്പോൾ യോ. അപ്പോൾ നമ്മൾ 2 ലൈൻ വരുമ്പോൾ ഒരു വൈ പ്രൊനൗൺസിയേഷൻ വരും, ആ യാ ഓ യോ. ഇനി ലാസ്റ്റ് ഇ. ഇത് വായിക്കുന്നത് ഈ എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് ഓ ഓ. ഇനി ഇതിൻ്റെ കൂടെ 2 ലൈൻ വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പം ഗസ് ചെയ്തിട്ടുണ്ടാവും. 2 ലൈൻ വരുമ്പോൾ യോ. ഇത് ഊ ഊ. ഇതിൻ്റെ കൂടെ 2 ലൈൻ വരുമ്പോൾ യു. ഇനി ഇത് വായിക്കുന്നത് എന്നാണ്. ഇതിനൊരു ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സൗണ്ട് ഒന്നുമില്ല, പക്ഷെ നമ്മൾ വായിക്കുന്നത് കോൺസണൻസും വോവൽസ് എഴുതുമ്പോൾ ഒരു റൂൾ ഉണ്ട് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അത് എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ അതും പറഞ്ഞുതരാം. കീപ് ദാറ്റ് ഇൻ മൈൻഡ്, അത്രേ ഉള്ളൂ. നമ്മൾ കൊറിയൻ എഴുതുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ആണ് എഴുതുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഥ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഫോളോ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ്. ഇത് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാമല്ലോ, അതായത് ഇങ്ങനെ. ഓക്കെ, പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെയാണ് എഴുതണമെന്നാണ് റൂൾ. അപ്പോൾ ഇത്രയും കോൺസണൻസ് ആൻഡ് വോവൽസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും താഴെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോൺസണൻസിനെയും വോവൽസിനെയും കണക്ട് ചെയ്തിട്ട് കൊറിയൻ എങ്ങനെ വായിക്കാം എന്നുള്ളത് പഠിക്കാം. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ആദ്യത്തെ വേർഡ് ഓക്കെ. ഇനി ഇതേതാണ് അക്ഷരം? ബി. ഇതെന്താണ്? എ. അപ്പോൾ എ. ഇതെന്താണ്? ഡി. ഇതെന്താണ്? അഗെയിൻ എ. അപ്പോൾ ഇതെന്താ വായിക്കുക? ഭാദ. നെക്സ്റ്റ് വേർഡ്, ഈ ഒരു കോൺസണൻറ്റിന് സൗണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഈ ഒരു വവൽ അതിൻ്റെ കൂടെയുള്ള വവലിൻ്റെ സൗണ്ട് ആയിരിക്കും അതിനുണ്ടാവുക. ഈ വവൽ ഏതാണ്? എ. ഈ ഒരു വവലാണ് ഇ. നമുക്ക് തൽക്കാലം ഈ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വായിക്കുന്നത് ആയി. നെക്സ്റ്റ് വേർഡ് ഇത് എന്താണ്? എൻ. ഇതിൻ്റെ കൂടെ വരുന്നത് എ. ഇത് ആർ. അതിൻ്റെ കൂടെ വരുന്നത് എ. നാര. അപ്പോൾ ഭദ എന്ന് പറഞ്ഞാൽ കടൽ, ആയി എന്ന് പറഞ്ഞാൽ ബേബി, നാര എന്ന് പറഞ്ഞാൽ രാജ്യം, അതായത് കൺട്രി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേർഡ്സ് നോക്കാം. ഇത് ഖ, ജി. അതിൻ്റെ കൂടെ ഉ. ഇതെന്താണ്? ഥ. അതിൻ്റെ കൂടെ ഉള്ളത് അഗെയിൻ ഉ. അപ്പോൾ അതെന്താ വായിക്കുക? ഖൂദു. നെക്സ്റ്റ് നമ്മളുടെ വേർഡ് ഓക്കെ. അപ്പോൾ ഇതെന്താണ്? എൻ. ഇത് ആ. ഇത് എം. എമ്മിൻ്റെ കൂടെ ഉ. നാമോ. നെക്സ്റ്റ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഈ ഒരു വേർഡാണ്. കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷെ അത്ര ടഫൊന്നുമല്ല. ഇത് ടി. ഓക്കെ. ഇതെന്താണ്? ഇ. ഇത് എസ്. ഇത് യോ. ഇത് ഛ്. ഓക്കെ. ഇനി അപ്പോൾ ഇതെന്താ വായിക്കുക? ടി ഷോ ച്ച്. ടി ഷോ ച്ച്, അതായത് ടീഷർട്ട്. നെക്സ്റ്റ് നമ്മളുടെ വേർഡ് എന്ന് പറയുന്നത് ഇതെന്താണ്? ബി. ഇത് ഓ. ഇത് എസ്. ഇത് അപ്പോൾ എന്താ വായിക്കുക? ബസ്. അപ്പം നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസണൻറ്റിന് നമ്മൾ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വവൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇതും വരുന്നുണ്ട്. അപ്പോൾ ഐ. ഇനി ഇത് ജ്. അതിൻ്റെ കൂടെ വരുന്ന വവൽ ഏതാണ്? ആ. അപ്പോൾ അതെന്താ വായിക്കുക? ഈജ. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് തന്നെയാണ്. ഈജ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെയർ. അപ്പോൾ ഇതുവരെ പഠിച്ച പോലെയാണ് നമ്മൾ കോൺസണൻറ്റിനെയും വവൽസിനെയും കണക്ട് ചെയ്ത് കൊറിയൻ വായിക്കാൻ പഠിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി കുറച്ച് വേർഡ്സ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൊറിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള വേർഡ്സ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട്, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൊറിയൻ നന്നായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കോമൻറ്റ് സെഷനിലിടുക. മീനിങ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കൊറിയൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് ഭയങ്കര വലുതായ കാരണം എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ. ഞാൻ ചെറിയൊരു ബോർഡ് വാങ്ങിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്, ലെറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജിലല്ല കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഫസ്റ്റ് കൊറിയൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിനനുസരിച്ച് ഞാൻ ബെറ്റർ ആക്കാൻ നോക്കാം. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പം പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് അറിയിക്കുക. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ദി സപ്പോർട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.